ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ വീണ്ടും തിരിച്ച് കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് വരുന്നതും നമ്മുടെ യാത്രയൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഇവിടെ വന്നിട്ടും ഷൂട്ട് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ എന്തോ ഒരു ഇത് വന്നിട്ടങ്ങ് വീഡിയോസ് എല്ലാം എടുത്തതാണ്. നമ്മളിപ്രാവശ്യം വീട്ടിൽ നിന്ന് നേരെ ബസ്സിനാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ട്രെയിനിൽ വന്നു, കണ്ണൂരെത്തി. അവിടെ നിന്ന് റിക്ഷയ്ക്കാണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വരല്. ഇപ്രാവശ്യം ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ശരിശം പോയി മേടിച്ചിട്ടാണ് വന്നത്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇപ്രാവശ്യം കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അമ്മ കഴിഞ്ഞ ദിവസം വാഗമൺ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയറയുടെ പൂച്ചക്കുട്ടിയൊക്കെ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയില്. അങ്ങനെ അവിടെ നിന്ന് കുറെ ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു പാക്കറ്റ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അച്ചാറ്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് ലോങ് യാത്ര ചെയ്ത് വരുന്നതല്ലേ, അപ്പൊ വന്നു കഴിഞ്ഞാല് ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് മടിയായിരിക്കുമല്ലോ, കറി വെക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും വരുന്നതിന്റെ അന്ന് കഴിക്കാനായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ കറിയായിട്ടും മീൻ വറുത്തതും അങ്ങനെയൊക്കെ കൊണ്ടുവരലുണ്ട്. ഇപ്രാവശ്യം മീൻ വറുത്ത് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ കറി, രസം അമ്മ വെച്ച് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാർ അങ്ങനെയൊക്കെ. അങ്ങനെ രാവിലെ എത്തി, കടയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒന്ന് മീൻ മേടിക്കാൻ പോവാന്ന് വെച്ചോട്ടോ. പക്ഷെ അതൊന്നും രാവിലത്തെ സംഭവങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ലേ. ഒരു ഉച്ച 12 മണിയൊക്കെ ആയപ്പോൾ തൊട്ടാണ് കേട്ടോ വീഡിയോസ് ഒക്കെ എടുത്തു തുടങ്ങിയത്. പിന്നെ വീട്ടിൽ നിന്ന് ഈ സംഭവം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നു. അയറയ്ക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, 2-3 ദിവസം കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ കുറച്ച് ചിപ്സ് ഒക്കെ കഴിക്കാൻ കൊടുത്ത് അങ്ങനെ ഇരുത്തി. അകത്തെ പണികളൊക്കെ ഏകദേശം ഒരുവിധം ആക്കിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു 10 ഡേയ്സ് ഗ്യാപ്പ് വന്നെങ്കിൽ ഇപ്രാവശ്യം വന്നപ്പോൾ അകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രിഡ്ജൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. അപ്പൊ തുടയ്ക്കേണ്ട പോലും ഒരു ആവശ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ വന്നപാട് പച്ചക്കറികളൊക്കെ എടുത്ത് നല്ല നീറ്റാക്കി വെക്കാൻ പറ്റി. പക്ഷെ പുറം ഭാഗം നിങ്ങൾ കാണുന്നില്ലേ, ഫുള്ള് നമ്മള് പോയതിന്റെ ഇരട്ടി മോശമായിട്ടാണ് ഉള്ളത്. ഇപ്പൊ വെയിലായതുകൊണ്ട് തന്നെ ഫുള്ള് ഇലയൊക്കെ പൊഴിഞ്ഞ് തറ മുഴുവൻ മോശമായിട്ടാണ് ഉള്ളത്. പോയ സമയത്ത് ഈ കിണറിന്റെ പുറമൊക്കെ ഫുള്ള് വൃത്തിയാക്കി നീറ്റാക്കിയിട്ടിട്ട് പോയതാണ് കേട്ടോ. ഫുള്ള് ചപ്പലെല്ലാം അടിച്ചു വാരി കത്തിച്ചിട്ട് അങ്ങനെ നീറ്റാക്കിയതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുള്ള് മോശമായിട്ടാണ് ഉള്ളത്. പിന്നെ പോയ സമയത്താണെങ്കിൽ ഇങ്ങനെ മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങിയ ആ ഒരു ടൈമിനാണ് കേട്ടോ ഞങ്ങൾ ട്രിവാൻഡ്രം പോയത്. കുറെ മാങ്ങയൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും നായിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് മോശമായിട്ടാണ് ഉള്ളത്. അങ്ങനെ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നേരെ അകത്ത് കയറി കേട്ടോ. മീൻ വാങ്ങാൻ പോയപ്പോ തന്നെ ഒരു അച്ചാറ് മേടിച്ചിട്ടുണ്ടായിരുന്നേ, വെളുത്തുള്ളിയുടെ. ഇതുവരെയും വെളുത്തുള്ളി അച്ചാർ അങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മാങ്ങയും നാരങ്ങ മീനച്ചാറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇനി ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മേടിച്ചത്. ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായ. ഷെർച്ചൻ ട്രെയിനിൽ വെച്ച് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആള് നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ പോയി വിളിച്ച് ചോദിച്ചിട്ടും ഫുഡ് വേണോ ചോദിച്ചിട്ട് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട ഓംലെറ്റ് ആക്കി, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രസവും ചൂടാക്കി എടുത്ത് അച്ചാറും കൂട്ടി ചോറ് കഴിക്കുവാണ് കേട്ടോ. ഞങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് ട്രെയിൻ ബുക്ക് ചെയ്യപ്പോഴത്തേക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ വരാൻ ദിവസം കൺഫേം ആയപ്പോഴത്തേക്ക് 2 പേർക്കും 2 ബോഗിയിലാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. ശരിക്കും ഒരാൾക്ക് ഏറ്റവും ഫ്രണ്ടിലും ഒരാൾക്ക് ഒരുപാട് പുറകിലും. അങ്ങനെ പിന്നെ TTR വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ പോയിക്കോളാം, എവിടെയാ സീറ്റ് എന്നെല്ലാം ചോദിച്ചിട്ട് ആ ചേട്ടൻ സ്വയമേ തന്നെ അങ്ങോട്ട് മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയേ. പക്ഷെ രാത്രി അങ്ങനെ നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതിന്റെ ക്ഷീണമെല്ലാം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇത്രയും യാത്ര ചെയ്തിട്ട് എങ്ങനെയാ ഈ പണിയെല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ തോന്നത്തില്ല കേട്ടോ. അതത്രയും ചെയ്ത് നീറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരിക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പുറമൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങി കേട്ടോ. എല്ലാം കൂടെ തൂത്ത് ഒരുമിച്ചിട്ട് ഇങ്ങനെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയത്.
ആദ്യമൊക്കെ ഈ ഇൻ്റർലോക്കുള്ള സ്ഥലമൊക്കെ അടിച്ചു വരാൻ എളുപ്പമായിരുന്നു കേട്ടോ, വേഗം അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ മുറ്റത്തോട്ട് വരുമ്പോൾ നല്ല പാടാണ്, ചെറിയ ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പുറത്തുകൂടെയുള്ള വലിയ ഇലകളൊക്കെ ഇങ്ങനെ അടിച്ചു വാരി ഒരിടത്ത് കൂട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്നേന്ന് അടിച്ചു വാരി കേട്ടോ. അപ്പോഴാണ് കുറച്ച് നല്ല നീറ്റായത്. അതിനിടയ്ക്ക് അയറ നല്ല പണിയെന്ന് കേട്ടോ. മാവിൽ മാങ്ങ നിൽക്കുന്ന ആൾ കണ്ടുപിടിച്ച് നോക്കിയിട്ടൊക്കെ പിന്നെ മാങ്ങ വേണോ എന്ന് പറഞ്ഞിങ്ങനെ എൻ്റെ പുറകെ നടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ ആൾ ഒതുങ്ങുന്ന രക്ഷയില്ല. പിന്നെ നേരെ പോയി ഷെറിച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ മാങ്ങ അടക്കാൻ വേണ്ടി നോക്കുവാണ്. നമ്മുടെ കയ്യിൽ സംഭവം തോട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരെ ഇങ്ങനെ നോക്കി എങ്ങനെ അടക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് മാങ്ങ അടന്നുകൊണ്ടിരിക്കുവായിരുന്നേ. അങ്ങനെ പിന്നെ ആ തോട്ടം മേടിച്ചിട്ട് നല്ല കത്തിയൊക്കെ വെച്ചിട്ടുള്ള തോട്ടമായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 മാങ്ങ അടത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ കിട്ടിയത് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഓടിപ്പോയി ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വന്ന് മാങ്ങയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇന്ന് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കണം, അതിനാണ് അടുത്ത് എൻ്റെ പുറകെ നിന്ന് നടക്കുന്നത് കേട്ടോ. പിന്നെ ചൂട്ടിയതൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെറിച്ച് നേരെ അടുത്ത് ചൂല് കൊടുത്തിട്ട് വരുന്നത്. ഒരു സൈഡ് ഫുള്ള് ഞാൻ തറ മുഴുവൻ വൃത്തിയാക്കി കത്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ആള് വന്നിട്ട് കിണറിന്റെ പുറത്ത് കിടക്കുന്ന ചപ്പ് മുഴുവൻ ഇങ്ങനെ തൂത്തിടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് വീണ്ടും പണിയാണ്. അടിച്ചു വാരിയ സ്ഥലത്തോട്ട് തന്നെയാണ് വീണ്ടും അതിന്റെ പുറത്തുള്ള ചപ്പെല്ലാം വാരിയിടുന്നത്. അങ്ങനെ പിന്നെ അത് മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് പണിയായി. നല്ല മാങ്ങയാണ് കേട്ടോ ഇന്ന് കിട്ടിയത്, നല്ല വിളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയറയ്ക്ക് തൽക്കാലം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ മുറിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പൊക്കെ വെച്ചിട്ട് അവൾ തന്നെ എടുത്തിട്ട് വന്നു കേട്ടോ. ഉപ്പൊക്കെ ആൾക്കറിയാം സംഭവം എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടതെന്നൊക്കെ. അങ്ങനെ പാത്രത്തിൽ കുറച്ച് ഉപ്പും വെച്ച് അങ്ങനെ കഴിക്കാൻ കൊടുത്ത്, ബാക്കി പിന്നെ എന്തായാലും അച്ചാറാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അത് നല്ല ഇങ്ങനെ പച്ചയോടെ ഇരിക്കുമ്പോൾ അരിഞ്ഞു വെച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക, വാടിപ്പിക്കഴിഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൈയോടെ അപ്പം തന്നെ അരിഞ്ഞു വെക്കാന്ന് വെച്ചു. ശരിക്കും ഈ വോയിസ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ചുമയും ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. അയറയ്ക്ക് അങ്ങനെ മാങ്ങയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷെറിച്ചൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടേ. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ, നേരെ ഫ്രീസറിൽ വെക്കുക ചെയ്തപ്പോൾ നാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ചൂര കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.